Greetings to you all in the matchless name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. From the very moment of our service, I was feeling the presence of God moving heavily in our midst. കർത്താവിന്റെ ആ നിറഞ്ഞ സാന്നിധ്യത്തിൽ ആദ്യ നിമിഷം മുതലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. From the very beginning of the worship session, it felt like the God was moving in our midst. ദൈവം നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നതായിട്ട് ആരംഭ നിമിഷം മുതൽ എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. How many of you felt that in here in the atmosphere, the Spirit of the Lord was moving? എത്ര പേർക്ക് ദൈവ സാന്നിധ്യം രുചിച്ചറിയാൻ ഇടയായി തീർന്നു? There is one thing with the presence of God, we can't manufacture the presence of God. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്കാർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. It's good that we have the keyboard player. It's good that we have the worship team coming in and leading us in worship. നല്ലൊരു കീബോർഡ് പ്ലെയറോ അല്ലെങ്കിൽ വർഷിപ്പ് ടീമോ ഒക്കെ ഉള്ളത് നല്ലതാണ്, പക്ഷേ അതല്ല ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന് ഉപോത്ബലമാകുന്നത്. We can't manufacture it. അത് നമുക്ക് ഉളവാക്കാവുന്ന ഒന്നല്ല. Because it's something that God sends when He wills. ദൈവം അയക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. And I really felt when the worship was going and we abruptly ended the worship. ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒഴുകി വരുന്നത് എനിക്ക് അനുഭവിപ്പാണ്ടേ തീർന്നു. നമുക്കത് ഇടയ്ക്ക് നിർത്തേണ്ടി വന്നല്ലോ എന്നൊരു സങ്കടമുണ്ട്. Because we are running on time, we are running on clock, so we can't blame anybody on that. നമ്മൾ സമയത്തെ നോക്കി പോകും, നമുക്ക് സമയം പരിമിതമായതുകൊണ്ടാണ്, അതുകൊണ്ടാണ്. Right, that's very right. But the Spirit of the Lord was moving mightily in our midst. നമ്മുടെ മധ്യത്തിൽ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. I'm going to request all of you to stand up to your feet this morning. നിങ്ങൾ ഈ പകലിൽ ദയവായി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ? Can we say, Lord Jesus, we thank you for giving us this opportunity to gather like this. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദി എന്നൊന്ന് പറയാമോ? Lord, we thank you for the mighty presence in our midst. കർത്താവേ, അവിടുത്തെ നിറഞ്ഞ അത്ഭുതകരമാർന്ന ആ ശക്തിയുള്ള സാന്നിധ്യത്തിനായി സ്തോത്രം. If there is anything that we enjoy in our life, it's only because of you. കർത്താവേ, ഞങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ അങ്ങയിൽ കൂടി മാത്രമാണപ്പാ. You are the reason for all the goodness, mercy, joy, whatever we enjoy in our life. You are the reason for it. ഞങ്ങൾ അനുഭവിക്കുന്ന നന്മ, കരുണ, അനുഗ്രഹം അത് അങ്ങയിൽ കൂടി മാത്രമാണപ്പാ. And today morning we lift our hands, giving you all glory, honor, and praise in this sanctuary. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. And we wanted to say, Lord, it is only because we know about you in this world that we are here today morning. കർത്താവേ, അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് അങ്ങയെ അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും യേശു മതിയാ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും യേശു മതിയാ. Heavenly Father, we come into your presence this morning. We thank you for enabling us to come
to the sanctuary to worship you this morning. We thank you for your mighty presence in our midst, and we acknowledge your presence moving in our midst this morning, Father, Lord. As we're going to go into your word today morning, Lord, I pray that you speak to us, that you touch us, that you transform our hearts, Father, Lord. Whatever word that the Holy Spirit have for the congregation today morning, Lord, I pray that you will come and deliver it to their hearts, Father, Lord. Bless our time together. In your Son's mighty name we pray. Amen, amen, amen. You all may be seated. എല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിലിരിക്കാമല്ലോ. The word that God has put in my heart for the church comes from the Gospel of John chapter 5 verses 1 through 9. John 5 verses 1 through 9. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. I'm going to read that in English. It reads like this. After this, there was a feast of the Jews, and Jesus went up to Jerusalem. Now there was in Jerusalem by the sheep gate a pool, which is called in Hebrew Bethesda, having 5 porches. In these lay a great multitude of sick people, blind, lame, paralyzed, waiting for the moving of the water. For an angel went down at a certain time into the pool and stirred up the water. Then whoever stepped in first, after the stirring of the water, was made well of whatever diseases he had. Now a certain man was there who had an infirmity 38 years. When Jesus saw him lying there and knew that he already have been in that condition a long time, he said to him, "Do you want to be made well?" The sick man answered him, "Sir, I have no man to put me into the pool when the water is stirred up, but while I am coming, another steps down before me." And Jesus said to him, "Rise, take up your bed and walk." And immediately the man was made well, took up his bed and walked. And that day was Sabbath. You don't have to read it in Malayalam, Pastor. Thank you. The word miracles is mentioned 27 times in the scripture. The word miracle is mentioned 27 times in the scripture. ഈ ഭാഗത്ത് വേദപുസ്തകത്തിൽ 27 പ്രാവശ്യം അത്ഭുതമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. The NIV translation records 27 times the word miracle in the entirety of Bible. വേദപുസ്തകത്തിൽ 27 പ്രാവശ്യം അത്ഭുതം എന്ന വാക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. The term sign appears 72 times. സൈൻ അല്ലെങ്കിൽ അടയാളം എന്ന വാക്ക് 72 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. And signs and wonders together appear 21 times in the scripture. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന ഭാഗം തിരുവചനത്തിൽ 21 പ്രാവശ്യം ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. And we are living in a society where we no more care about miracles. നമ്മൾ വളരെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വില കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വില കൊടുക്കാത്ത സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. We are living in a society where we no more care about miracles at all. നമ്മൾ ഇനി മേലിൽ അത്ഭുതങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമൂഹത്തിലായിരിക്കുന്നത്. You know why? Because we are so much satisfied in the position we are. നമ്മൾ ആയിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങ് തൃപ്തിപ്പെട്ടങ്ങിരിക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും. Yes, we are so much satisfied in the things that we have because God has blessed us in so many ways. നമ്മളെ ദൈവം പല വിധത്തിൽ അനുഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് അത് മതി, അതൊക്കെ മതി എന്ന് കരുതി പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. And Pastor, I got an opportunity to study about the word miracle in scripture a few years ago. അത്ഭുതങ്ങളെ കുറിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പാനായിട്ട് ഒരു ആഗ്രഹവും അതിനായി എനിക്ക് സമയവും ദൈവം തന്നു. And a miracle happened through the word spoken is appeared 21 times in the scripture. വചനത്തിന്റെ വാക്കിന്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ നടന്ന 21 പ്രാവശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And Jesus touching and healing somebody is referenced 13 times. 13 പ്രാവശ്യം യേശു തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Driving out demons is referenced 9 times in the scripture. ഭൂതങ്ങളെ പുറത്താക്കുന്ന അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന 9 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The faith of another healing somebody is mentioned 8 times in the scripture. വിശ്വാസത്താൽ അത്ഭുതം നടന്നത് 8 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. A person's faith healing somebody is mentioned 6 times in the scripture. 6 പ്രാവശ്യം ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ കഴിയുന്നുണ്ട്. There is so much that we can talk about miracles from the scripture. അത്ഭുതങ്ങളുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പല ഘട്ടങ്ങളിൽ പല പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And when the authors of the gospel wrote under the influence of the Holy Spirit, each writer had his own purpose when he is writing the gospels. ഓരോ എഴുത്തുകാരും സുവിശേഷത്തിൽ അവരവരുടെ എഴുത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ നിയന്ത്രണത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പറ്റി അവരുടേതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. And they all write with the purpose
this in each and every gospels that they have written. അവരുടെ സുവിശേഷങ്ങൾ അതിന് ഓരോന്നിനും ഓരോരോ ഉദ്ദേശത്തിലാണ് അവയെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. Matthew the apostle wrote the gospel just to prove Jesus as the Messiah. യേശു ക്രിസ്തു മെശിഹ ആണെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് മത്തായി തന്റെ സുവിശേഷത്തിൽ ഊന്നൽ കൊടുത്തത്. And Mark writes his gospel to prove the suffering Messiah Jesus is indeed the Son of God. യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്, താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് കാണിക്കത്തക്ക നിലയിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ താൻ അടയാളങ്ങളെ കാണിക്കുന്നു. And Luke, when he's writing this gospel, he's writing to show that Jesus is the savior of this entire universe, not just for one single group but for the entirety of the universe. കേവലം ഒരു വിഭാഗത്തിന്റേതല്ല, മറിച്ച് സകല ലോകത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാണിപ്പാനാണ് ലൂക്കോസ് എന്ന സുവിശേഷകൻ ശ്രമിച്ചത്. John, the beloved disciple and the apostle, writes his gospel to prove the divinity of Jesus Christ. യേശു കർത്താവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ കർത്താവിന്റെ ദൈവത്വത്തെ വളരെ സ്പഷ്ടമായി വരച്ചു കാണിക്കുന്നതാണ് തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. And John, when he is trying to prove the divinity of Jesus Christ in the gospel of John, he is using miracles as a base for that. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായി എഴുതി വരുമ്പോൾ കർത്താവ് ചെയ്ത അടയാളങ്ങളെ, അത്ഭുതങ്ങളെ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. And in the gospel of John, almost 7 miracles of Jesus are recorded. യേശു ചെയ്ത 7 അത്ഭുതങ്ങളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി We കാണിക്കുന്നുണ്ട്. see Jesus turning the water into wine at the wedding in Cana in John 2. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ അടയാളം യോഹന്നാൻ 2-ൽ നമുക്ക് കാണാൻ In John സാധിക്കും. 4 we see Jesus healed a noble man's son in Capernaum. കപ്പർനൂമിലെ ഒരു നല്ല ഉന്നതനായ വ്യക്തിയുടെ മകന് സൗഖ്യം കൊടുക്കുന്ന 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. And in John 5 we see Jesus healing a man who was sick for 38 years. That's what we just read. നാം ഇപ്പോൾ വായിച്ച ഭാഗത്തിൽ കൂടി 38 വർഷത്തോളം വല്ലാതെ വ്യാധിയാൽ ഭാരപ്പെട്ട ഒരു വ്യക്തിയുടെ വിടുതലിനെ 5-ാം അധ്യായത്തിൽ വരച്ചു And കാണിക്കുന്നു. on the 4th and the 5th miracle that you see, it comes from John chapter 6, where Jesus is feeding the 5,000 and Jesus walking on top of the water. 6-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോഴത്തേക്ക് 5000-ത്തെ പോഷിപ്പിക്കുന്ന അത്ഭുതത്തെ തുടർന്ന് തന്നെ വെള്ളത്തിന്മീതെ നടക്കുന്ന യേശുവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And in John 9 we see Jesus healing a blind man from birth. ജനനത്തിൽ തന്നെ കുരുടനായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന 9-ാം അധ്യായത്തിൽ കാണാൻ And സാധിക്കും. the last miracle in the book of the Gospel of John is Jesus bringing Lazarus back to life. 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മരണത്തിന്റെ ആ കല്ലറയിൽ നിന്നും ലാസറിനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അത്ഭുതവും നമുക്ക് കാണാൻ സാധിക്കും. And the event that we just read today morning happens at a place called Bethesda in the Hebrew language. ഇന്ന് നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് കാണുന്ന സംഭവം നടക്കുന്നത് ബെഥെസ്ദ എന്ന എബ്രായ ഭാഷയിലുള്ള പേരുള്ള സ്ഥലത്താണ്. And unlike any other pools, this pool is very different when you read the scriptures about it. ആ ദേശത്തുള്ള മറ്റു കുളങ്ങളെ പോലെ അല്ല, മറിച്ച് ഈ കുളത്തിന് ചില പ്രത്യേകതയുള്ള ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The pool is unique because of the architecture way in it is built. വ്യതിരിക്തമായ ശില്പശൈലി, വാസ്തുശൈലി ഉള്ള ഒരു സ്ഥലമാണ് ഈ കുളം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. In verse 2 we read that this pool had 5 porches. അതിന് 5 മണ്ഡപങ്ങളുള്ള ഒരു കുളമാണെന്ന് 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Many scholars, including the Jewish scholars, questioned the authenticity of this record in the early days. ആദ്യകാലങ്ങളിലുള്ള വേദ പണ്ഡിതന്മാർ, യഹൂദ പണ്ഡിതന്മാരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറപ്പ് ഇല്ലാത്തവരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരുമായിരുന്നു. They questioned because they said it's really hard to have a pool with 5 porches at that time. അന്നത്തെ കാലത്ത് 5 മണ്ഡപങ്ങളുള്ള ഒരു കുളം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് വരെ വാദിച്ചവരുണ്ട്. Because the complexity of building such a structure is impossible to imagine. അത് അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു ശില്പ സൗധം അവിടെ ഉണ്ടാക്കുന്നത്. And this even questioned the authenticity of Christianity, because it's already mentioned in the canon that Jesus came to this pool and healed this man. യേശു ക്രിസ്തു ഈ സ്ഥലത്ത് കടന്നു വന്ന് വിടുതൽ കൊടുത്തതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തികൾ പോലും പണ്ഡിതന്മാരെന്ന പേരിലുണ്ട്. Yes, but by the early 19th century 19ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് an archaeologist along with his friends, അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകൻ തന്റെ കൂട്ടുകാരോട് ഒരുമിച്ച്
when they were excavating something, they were able to excavate the pool right next to in Jerusalem. യെരൂശലേമിനടുത്ത് അവർക്ക് ഭൂമി കുഴിച്ച് ചെന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടെത്തുവാൻ കഴിഞ്ഞു. And when they excavated that place, they were able to find the five porches of the pool. അവർ ഭൂമിയിൽ പര്യവേക്ഷണം നടത്തിയപ്പോൾ 5 മണ്ഡപങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു. I wanted to tell to the church today morning, the earth may change, the world may change, your best friend may change, your husband may change, your wife may change, but the word that we believe in will never change. സഭയെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആകാശം മാറും, ഭൂമി മാറും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും, ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ മാറിപ്പോകാം, പക്ഷേ ദൈവത്തിന്റെ വചനമോ അതിന് മാറ്റമില്ലാത്തതാണ്, അത് നിലനിൽക്കും. Yes, my God is immutable. There is nothing that will question his authenticity and existence. എന്റെ കർത്താവിന് മാറ്റം വരുവാൻ സാധിക്കാത്തവനാണ്, അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, അതുകൊണ്ട് അവിടുത്തെ വചനം നിലനിൽക്കുന്നതാണ്. And the meaning for the word Bethesda in the Hebrew language is transliterated as house of mercy. ഈ ബെഥെസ്ദ എന്ന എബ്രായ വാക്കിന് കരുണയുടെ ഭവനം എന്നാണ് എബ്രായ ഭാഷയിലെ അർത്ഥം. And if you scan your eyes through the verses that we just read, it exactly means that. ഈ 5-ാം അധ്യായത്തിന്റെ ഓരോ വാക്യവും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് പരതി നോക്കുമ്പോൾ വ്യക്തമായി അതിന്റെ അനുഭവം, അതിന്റെ വ്യക്തമായ പ്രതിഫലനം കാണാൻ സാധിക്കും. In verse 3 we can see that there is so many people waiting at the pool of Bethesda for mercy in this house. ഇവിടെ ഈ കുളത്തിന്റെ കരയിൽ അനേക വ്യാധിക്കാർ, രോഗികൾ അവിടെ സൗഖ്യത്തിന് വേണ്ടി കാത്തുകൊണ്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. There is a list of people mentioned in the scripture here waiting for mercy at the pool of Bethesda. കരുണയ്ക്കായി ബെഥെസ്ദ കുളത്തിന്റെ കരയിൽ കിടക്കുന്നവരുടെ ഒരു ലിസ്റ്റ്, വളരെ നീണ്ട നിര തന്നെ അവിടെ ഉണ്ട്. There is blind, there is lame, there is paralyzed in that list. അവിടെ കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, അവർ തളർന്നു പോയവരോ പല വ്യാധിക്കാർ എല്ലാവരും ഉണ്ട്. A group of people waiting and dreaming for a deliverance and healing at a place. ഒരു വലിയ കൂട്ടം ദൈവത്തിന്റെ വിടുതലിനായിട്ട് കാത്തുകൊണ്ട്, തങ്ങളുടെ വിടുതലിനായി കാത്തുകൊണ്ട് അവിടെ കിടക്കുന്നു. The reason why I'm preaching this sermon today here in this place is because in this postmodern and in this post-truth era we don't believe in miracles anymore. നമ്മുടെ ഈ കാലത്തും ഈ കാലഘട്ടത്തിനടുത്തുമൊക്കെ നോക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം എടുത്തത്. Because it's not that God can do miracles, we don't need a miracle. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് അത്ഭുതം വേണ്ടാത്തതുകൊണ്ടാണ്. Yes, let me say that again. It's not because Jesus can do the miracle, it's because I don't need a miracle. കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഇനിയും ഒരു അത്ഭുതം വേണ്ട എന്നുള്ളൊരു മനോഭാവം. Yes, the question we need to ask, Lord, are they at the right place? All these people, the lame, the paralyzed, the blind, are they at the right place? എനിക്കൊരു ചോദ്യമുള്ളത്, ഈ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ഈ രോഗികളൊക്കെ അവരായിരിക്കുന്ന ശരിയായ സ്ഥലത്താണോ? Well, they came to this place because they have heard about the healing happening in this place. ഈ സ്ഥലത്ത് നടക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് കേട്ടുകൊണ്ടാണ് അവരൊക്കെ അവിടെ വന്നിട്ടുള്ളത്. And most of them are in that place and they have already witnessed miracle happening in that place. അവിടെ കടന്നു വന്ന പല വ്യക്തികളും പല സന്ദർഭങ്ങളിൽ അത്ഭുതങ്ങൾ കണ്ടവരാണ്. And they see, and what's the criteria for the miracle here? ഇവിടെ അത്ഭുതം നടക്കുന്നതിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എന്താണ്? Well, the word of the God tells that in verse 4 it reads like this: for an angel went down at a certain time into the pool and stirred up the water. Then whoever stepped in first after the stirring of the water was made well of whatever disease he had. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവന്റെ ഏതു വ്യാധിയായിരുന്നാലും അവന് സൗഖ്യം ലഭിക്കും. There is an angel that comes down at a certain time. ഒരു പ്രത്യേക ദൂതൻ ഒരു പ്രത്യേക സമയത്ത് അവിടെ കടന്നു വരും. And he comes down and he goes into the water and stirs the water. That's the criteria for healing at that place. ആ ദൂതൻ ഇറങ്ങി വരിക മാത്രമല്ല, അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളത്തെ ഒന്ന് കലക്കും. ആ സമയത്ത് ആളുകൾ ഇറങ്ങും. Yes, and when the water is stirred, the first person who jumps or goes into the water receives his healing. ഈ ദൂതൻ വെള്ളം ഇളക്കി കഴിഞ്ഞാൽ, ഇളക്കം സംഭവിച്ചതിന് ശേഷം ആദ്യം ഏത് വ്യക്തി ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു അവനാണ് സൗഖ്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവൾക്കാണ് സൗഖ്യം ലഭിക്കുന്നത്. The man whom we are talking about in this scripture, there is no way that he can get this deliverance according to that criteria. ഈ ഭാഗത്ത് നാം വായിക്കുന്ന വ്യക്തിക്ക് ഒരു സാഹചര്യം
സാഹചര്യത്തിലും അങ്ങനെ ഒരു സൗഖ്യം കിട്ടാൻ സാധ്യതയില്ല. There is no way in this criteria this man can go into the water when the angel stirs the water and receives his healing. ദൂതന്റെ ഇളക്കം നടത്തിയ ശേഷമുള്ള ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശാരീരിക ക്ഷമത ഈ വ്യക്തിക്ക് ഒരിക്കലുമില്ല. But the God that I serve rewrote the criteria in favor of this man. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് തന്റെ സാഹചര്യത്തിന്റെ അല്ല, മറിച്ച് ദൈവം തന്റെ വിടുതലിന്റെ ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി അവന് വഴിയൊരുക്കി. God changed the criteria for this paralyzed man. യോഗ്യതയെ കർത്താവ് ഒന്ന് മാറ്റി ഈ തളർവാദം പിടിച്ച ഈ കിടക്ക വയ്യാത്ത മനുഷ്യന് വേണ്ടി. Let me tell you, church, my God is into the business of rewriting criteria in certain areas in your life. നിന്റെ ജീവിതത്തിലെ നിന്റെ അവസ്ഥ നിന്റെ യോഗ്യതയ്ക്ക് അപ്പുറത്തേക്ക് നിനക്ക് വേണ്ടി യോഗ്യതയെ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. And if you carefully study the scripture, it's not quite right for us to say that God changed the criteria. ഈ ഭാഗം വായിച്ചു നോക്കുമ്പോൾ ദൈവം അവസ്ഥയെ പൂർണ്ണമായി മാറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. It's really impossible for us to claim that. കർത്താവ് യോഗ്യതയെ മാറ്റി കളഞ്ഞായിട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. വ്യവസ്ഥ മാറിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം ഇറങ്ങി വന്നു. ആമേൻ. ഹല്ലേലൂയ. I don't know if the criteria changed or not. The word of God tells us that Jesus came down into that circumstance. കർത്താവ് ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല, എന്റെ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി അവന്റെ വ്യവസ്ഥ മാറ്റാൻ ദൈവം ഇറങ്ങി വന്നു. My God will ignore certain criteria for you because you are so beloved in His eyes. നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ എത്ര ചെറുതായിരുന്നാലും നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ വ്യവസ്ഥയെ മാറ്റുവാൻ കർത്താവ് ഇറങ്ങി വരും. The God that I serve is bigger and greater than any criteria in this world. ലോകത്തിന്റെ ഏത് യോഗ്യതയ്ക്കും അപ്പുറത്ത് അതിനേക്കാളൊക്കെ വലിയവനായ ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയുണ്ട്. And in verse 6 we read that when Jesus saw him lying there, and he knew that he already been in that condition a long time. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടിട്ട് ഏറിയ കാലമായി ഇവനത് സൗഖ്യമില്ല എന്നറിഞ്ഞിട്ട് അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. Jesus saw this man in a larger crowd. ഒരു വലിയ കൂട്ടത്തെ കർത്താവ് അവിടെ കാണുകയാണ്. Jesus saw this man in a larger crowd. ഒരു വലിയ കൂട്ടത്തിലാണ് കർത്താവ് ഇവനെ കാണുന്നത്. You know, there is blind, there is lame, there is paralyzed in that 5 porches, and in this big numbers Jesus is seeing this man alone. അവിടെ വലിയൊരു കൂട്ടം പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പക്ഷേ അതിന്റെ നടുവിൽ യേശു അവനെ കണ്ടു. Not only Jesus saw this man, he already knew the moment he saw this man how long that he's been suffering in this condition for. ഈ എത്ര നാള് നീ പ്രശ്നത്തിന്റെ നടുവിലായിരുന്നു എന്നുള്ളത് അറിയുന്ന ഒരു കർത്താവുണ്ട്. Let me assure you today, church, there is a Lord. The Lord that we serve today is somebody who sees you, and the moment he sees you, he knows what you are going through. പ്രിയ സഭയെ, നിങ്ങളെ കാണുന്ന ഒരു കർത്താവ് നിങ്ങളുടെ നാളുകളായിട്ടുള്ള വിഷയങ്ങൾ എത്ര നാളായാലും അതിന്റെ മധ്യത്തിൽ നിങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തെ അറിയുന്നവനാണ്. The question we need to ask, church, the question we need to ask, ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, in this larger group, why Jesus went only to this man? ഇത്ര വലിയൊരു കൂട്ടമുള്ളപ്പോൾ എന്തിന് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം യേശു പോയി? In this larger group, Jesus just went only to this man. അത്രയും വലിയൊരു രോഗികളുടെ കൂട്ടമുള്ളപ്പോൾ ഈ ഒറ്റ വ്യക്തിക്ക് വേണ്ടി യേശു അവിടേക്ക് ഇറങ്ങിച്ചെന്നു. The group of lame, the group of paralyzed, the group of blind, in that big list, Jesus went straight to this man. ഒരു വലിയ കുരുടരുടെ, വ്യാധിക്കാരുടെ, രോഗികളുടെ ഒക്കെ കൂട്ടത്തിന്റെ നടുവിൽ യേശു ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. Pastor Uncle, I had this dream that I prayed like this, Lord, when I wanted to write a sermon when I'm flying on a flight. ആമേൻ. ഒരു വിമാനത്തിലെ യാത്രയ്ക്ക് നടുവിൽ കർത്താവ് എനിക്ക് വേണ്ടി ഈ സന്ദേശത്തെ തന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. Yes, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് പ്രസംഗം എഴുതണം. I prayed for the message that when I fly I want to write a message while riding in the flight. I have read this passage so many times in my studies. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ പല പ്രാവശ്യം ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. I have heard so many sermons from this passage. I have heard so many sermons from this passage. ഈ വിഷയത്തിൽ നിന്ന് അനേക വട്ടം ഞാൻ മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. But I have never understood verse 7 in a way like that I understood it right now. ഞാൻ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്ന ആ ഒരു ഭാഗം 7-ാം വാക്യത്തെക്കുറിച്ച് ഇതുപോലെ ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. And verse 7 reads like this. 7-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. Sick man answered him. When Jesus asked on verse 6, do you want to be made well? The sick man answered in verse 7,
"Sir, I have no man to put me into the pool." നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ വേണ്ടി ഒരു വ്യക്തിയില്ല. വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ എനിക്ക് ഒരുവനില്ല. I don't have a have person. no man when the water is stirring up. ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. എപ്പോഴെങ്കിലും ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, അപ്പച്ചാ, why did you went to this man alone? എബിയങ്കിൾ, I asked, ഞാൻ എന്തിനാ കർത്താവെ എനിക്ക് എന്നെ സഹായിക്കാൻ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. Yes, I asked him, Lord, why did you go to this man alone? And Lord asked me to read verse 7, and verse 7 says, "Sir, I have no man." And Lord asked me, picture the scenario, because there's already a huge list of numbers. There is blind, there is lame, there is sick, there is paralyzed. If whatever that this man is saying, കർത്താവെ, എന്നെ സഹായിക്കാൻ, യജമാനെ എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി, അവനെ സഹായിക്കാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വന്നു. can you picture this with me? നിങ്ങൾക്ക് എന്നോടൊപ്പം ഈ ഇതൊന്ന് ചിത്രത്തിലേക്ക് കൊണ്ടുവരാമോ? There are a group of blind people on this side. അവിടെ കുരുടരൊരു സൈഡിലുണ്ട്. There are a group of paralyzed people on this side. തളർന്നു കിടക്കുന്നവർ മറ്റൊരു വശത്തുണ്ട്. There is a group of lame people on one side. മുടന്തരായവർ ഒരു വശത്തുണ്ട്. And if you look at his answer, it says, "Sir, I have no man." അവരൊക്കെ നോക്കുമ്പോഴും ഇവിടെ പറയാ, എനിക്ക് സഹായിക്കാൻ ഒരാളുമില്ല. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല കേട്ടോ. യേശു കർത്താവ് ഈ പൂളിന്റെ അടുത്തോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ രോഗികൾ ഇങ്ങനെ തിങ്ങി നിൽക്കുക. എല്ലാ രോഗിയുടെ പുറകിൽ ഒരുത്തനുണ്ട്. എല്ലാ രോഗിയുടെ പുറകിൽ ഒരുത്തൻ നിൽക്കുക. പക്ഷെ കർത്താവ് നോക്കിപ്പോണ്ടല്ലോ, ഈ തളർന്ന് കിടക്കുന്നിടത്ത് ആരും ഇല്ലെന്ന്, അവൻ ഒറ്റയ്ക്ക് കിടക്കുക. There is no man right next to him. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ അടുത്ത് ആരും നിൽക്കാനില്ലല്ലേ, ഞാൻ നിന്റെ കൂടെ നിൽക്കാവടാ, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. Hallelujah. When the Lord came down, Lord saw that everyone has one person there to support him, and there is no one to put him in the pond, and the Lord saw one person who didn't have a person along with him. He said, "Jesus, I have no man. All the people in this place have their own mans." അവൻ പറയാ, യജമാനെ എന്നെ സഹായിക്കാൻ ഒരു വ്യക്തി പോലുമില്ല, മറ്റുള്ളവർക്കൊക്കെ ആളുകളുണ്ട്. Yes, മറ്റുള്ളവർക്കൊക്കെ ആളുകളുണ്ട്, പക്ഷേ എനിക്ക് ആളില്ല. I don't have a person to support me. നീ അങ്ങനെ പറയുമ്പോൾ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. The heaven will come down for you when you say, when you accept that you don't have a person to support. I'm prophesying to somebody here today morning that the moment you say, "Lord, I have no man," my Lord Jesus Christ is not going to come and stand behind you. He's going to come and stand right before you. പ്രിയ സഭയെ, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയട്ടെ, ഇന്നിവിടെ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തികളോട് ഇങ്ങനെയാ പറയുന്നത്, നിനക്ക് ആരുമില്ലെന്ന് നീ തുറന്ന് സമ്മതിക്കുമ്പോൾ, നീ ദൈവസന്നിധി പറയുമ്പോൾ, നിന്നോട് കർത്താവ് പറയാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. The blind cannot walk to the water. കാണാൻ കഴിയാത്ത അന്ധനായ വ്യക്തിക്ക് കുളത്തിലേക്ക് നടന്നു പോകാൻ കഴിയത്തില്ല. The lame cannot walk to the water. മുടന്തനായ വ്യക്തിക്ക് തനിയെ നടന്നു പോകാൻ കഴിയത്തില്ല. The paralyzed people cannot walk to the water. തളർവാദം പിടിപെട്ട വ്യക്തിക്ക് തനിയെ അവിടെ കടന്നു പോകാൻ കഴിയത്തില്ല. But they can go to the water when somebody is helping them. ആരെങ്കിലും ഒക്കെ അവരെ സഹായിക്കാനുണ്ട്, അതുകൊണ്ടാണ് അവർ ആ കുളത്തിലേക്ക് ചാടുന്നത്. For this man there is nobody to help him. പക്ഷേ ഈ ഒരു വ്യക്തിയെ നോക്കൂ, അവന് വേണ്ടി അവനെ സഹായിപ്പാൻ ആരുമില്ല. എന്റെ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയ്ക്ക് ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ. Such a unfavorable fellow in his life. Yes, he probably have no relatives. അവന് ഒരു ബന്ധുക്കളൊന്നും കാണത്തില്ലായിരിക്കാം. He probably have no friends. അവർക്ക് ആരൊരു കൂട്ടുകാർ പോലും അവന് കാണത്തില്ല. അവന് he probably don't have a pastor. അവന്റെ പാസ്റ്റർ പോലും അവിടെ കാണത്തില്ല. He probably don't have any of these people in his circle. ഇവിടെ കാണുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള പോലെ ഒരു സഹായിയായിട്ട് ആരും അവിടെ ഇല്ലായിരിക്കാം. There is nobody for this man. Therefore he is telling, "Lord, I have no man to help me." ഈ ഇത്രയും ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ പറയാ, എന്നെ ഒന്ന് സഹായിപ്പാൻ ഒരു വ്യക്തി പോലും ഇല്ല. The angel will come, he will stir the water, and the moment I reach somehow there, the healing has already happened. അവിടെ ദൂതൻ കടന്നു വന്ന് വെള്ളത്തെ ഇളക്കുമ്പോൾ ആരാദ്യം ഇറങ്ങുന്നു, അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു. And I can't get into the water because the healing has already happened. അവിടെ സൗഖ്യം നടന്നു കഴിഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. And over here we read that he's been in this condition for 38 long years. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു, 38 വർഷം കൊണ്ട് ഈ മനുഷ്യൻ സഹിക്കുകയാണ്. Verse 5 we read that 38 long years. 38 ദീർഘ വർഷങ്ങൾ എന്ന 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു.
And in this 38 years, so many of his friends who waited at the pool of Bethesda received their healing. ഈ 38 വർഷം കൊണ്ട് അനേക വ്യക്തികൾ അവിടെ കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കുന്നവൻ കണ്ടിട്ടുണ്ട്. And when this is just my imagination, Pastor Uncle. ഇതെന്റെ ഒരു ഭാവനയായിട്ട് നിങ്ങൾ കരുതുക. Yes, right after receiving the healing, ഈ സൗഖ്യം ലഭിച്ച ശേഷം one of his friends will come and tap on his shoulder and say, listen, next is you. അവന്റെ തോളിലേക്ക് കടന്നു വന്ന് തട്ടിയിട്ട് ഇങ്ങനെ പറയും, അടുത്ത സൗഖ്യം നിനക്കായിരിക്കുമെന്ന്. Yes, അവന്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് പറയും, എനിക്ക് സൗഖ്യം ലഭിച്ചു, അടുത്ത നിനക്കാ, പക്ഷെ നിന്റെ പുറകിൽ നിൽക്കാൻ എനിക്ക് മനസ്സില്ല. He is saying that the next deliverance is for you, but I cannot stand behind you and help you. I can't stand behind you. I know you are next in the line. എനിക്ക് സൗഖ്യം കിട്ടി, പക്ഷെ എനിക്ക് നിന്നെ സഹായിച്ച് ഇവിടെ നിൽക്കാൻ ഇനിയും സമയമില്ല. ലോകത്തിൽ നീ സ്നേഹിച്ച എല്ലാ മനുഷ്യരും നിന്നെ വേണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ജന്മം എന്ന സ്വർഗം നിന്നെ നോക്കി പറയും, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. Every person who has loved you or you thought that you loved you, but they will not be there, but the Lord is there with you. He is saying that I will be there with you. So many people consoled this paralyzed man. So many people consoled this paralyzed man. ഈ തളർവാദം പിടിക്കപ്പെട്ട മനുഷ്യനെ എല്ലാവരും കണ്ടു. They all consoled him. They all said, you are next in the line. അവനെ ആശ്വസിപ്പിച്ച് അടുത്ത നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. Yes, you are next in the line. അവൻ അടുത്ത സൗഖ്യത്തിന് സാധ്യത ഉണ്ടായിരുന്നു. Yes, but nobody were able to stand right behind him. അവന്റെ പുറകിൽ നിന്ന് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ അവരാരും നിന്നില്ല. Don't you worry when people don't help you. നിങ്ങളെ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. എന്റെ ഭാഷയിൽ പറഞ്ഞ് കെഞ്ചാൻ പോകരുത്. You should not be begging to them for their support. Yes, when they're not standing behind you, don't you just go and beg them. നിങ്ങൾ ഒരിക്കലും അവരുടെ പുറകെ പോയി കെഞ്ചി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാൻ പോകരുത്. The story of Daniel is coming to my heart, Pastor Uncle. The story of Daniel is coming to my heart. ദാനിയേലിന്റെ അനുഭവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. The king told Daniel, I'm going to put you in the den. ദാനിയേലിനോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ സിംഹത്തിന്റെ മടയിലേക്ക് ഇടാൻ പോവുകയാണ്. I'm going to put you in the den. സിംഹത്തിന്റെ ഗുഹയിലേക്ക് അല്ലെ മടയിലേക്ക് നിന്നെ ഇടാൻ പോവുകയാണ്. Why? Because he is serving a real God. യഥാർത്ഥ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട്. He is not going to bow down before any idol. അവൻ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ തന്റെ തലയെ കുനിക്കാൻ പോവുകയില്ല. When the king said, I'm going to put you in the den, ഞാൻ നിന്നെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുമെന്ന് പറഞ്ഞപ്പോൾ Daniel didn't go to the king and said, please help me. ദാനിയേൽ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് എന്നെ സഹായിക്കാനായിട്ട് കെഞ്ചിയില്ല, യാചിച്ചില്ല. Yes, അവൻ അപ്പ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിച്ചില്ല. He didn't think anything out of the box. Yes, out of box ചിന്തിച്ചില്ല. He didn't think in the different way. അങ്ങനത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ നിനക്ക് അറിയാത്ത കാര്യമല്ല നീ ചെയ്യേണ്ടത്, നിനക്ക് അറിയാവുന്ന കാര്യം നീ ചെയ്യണം. When you are in such a situation, you should not be worried and doing something new, but you have to do what you practice in your daily life. You know what Daniel did? എന്താണ് ദാനിയേൽ തന്റെ ജീവിതത്തിൽ ചെയ്തത്? അവൻ പോയിട്ട് അവൻ എന്നും ചെയ്യുന്ന പോലെ ഭവനത്തിന്റെ കിളിവാതിൽ തുറന്നു, മുട്ടുമേലിരുന്നു, പ്രാർത്ഥിച്ചു. He went home, knelt down and prayed just like he has been doing for the many years in his life. Yes, he didn't go to the king and beg the king, but he went and did what he always do. രാജാവിന്റെ അടുത്തേക്ക് ചെന്ന് തന്നെ സഹായിക്കണമെന്ന് കെഞ്ചിയോ യാചിച്ചോ ഒന്നുമില്ല, മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ താൻ പോയി പ്രാർത്ഥിച്ചു. Yes, and he prayed and the king put him in the den. താൻ പ്രാർത്ഥിച്ചു, എന്നാൽ രാജാവ് അവനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. The Lord that I serve is the Lord who hears our prayer. This is just my mere imagination. When the lions came down to the den, my Lord turned off the human stench that Daniel has. ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ഈ ദാനിയേൽ അവിടെ ചെന്നപ്പോൾ ഓരോ സിംഹത്തിന്റെയും വായെ ദൈവം പൂട്ടി അവനെ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് വിടുവിച്ചു. Lord also close their noses, pastor. അവരുടെ മൂക്കിനെ പോലും മണക്കാനുള്ള ശേഷി പോലും അടച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. I believe human body has some kind of stench. If you agree with me on that. നിങ്ങൾക്കറിയാമല്ലോ, ശരീരത്തിന്റെ ഗന്ധത്തിന്റെ കാര്യം അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് മണമുണ്ട്. There's stench. That's why we got deodorants. അതുകൊണ്ട് നമ്മൾ deodorant യൂസ് ചെയ്യുന്നത്. നമുക്ക് ശരീരത്തിന് ഗന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ പെർഫ്യൂംസോ ഡിയോഡറന്റോ ഒക്കെ ഉപയോഗിക്കുന്നത്. So when Daniel was put into the den, when the lion came down, my Lord turned off all their senses. ദാനിയേൽ കടന്നു ചെന്നപ്പോൾ തന്റെ ഗന്ധം സിംഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ സിംഹത്തിന്റെ മൂക്കിന്റെ ശേഷി ദൈവം അടച്ചു കളഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സെൻസസും കർത്താവ് പൂട്ടി.
ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. Because he was a prayerful man, the Lord has closed the stenches of that lions. ഇന്ന് വൈകുന്നേരം എനിക്ക് സഭയോട് വിളിച്ചു പറയാനുള്ള ദൂതാണ്, നീ പ്രാർത്ഥിക്കുന്നവനാണോ? എത്ര വലിയ ഗർജിക്കുന്ന സിംഹവും നിന്റെ മുന്നിൽ കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കും. Church, in this time I want to tell you loudly that even if the problems are like lions, every big problem they will be close before you if you are a prayerful person. Do not beg to people. മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാൻ പോകരുത് Yes, കേട്ടോ. do not beg to people. മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാൻ പോകരുത്. Don't waste your time before people. മറ്റുള്ളവരുടെ മുൻപിൽ പോയി നിങ്ങളുടെ സമയം കളയണ്ട. Go to the Lord and pray to him. ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് പോയി പ്രാർത്ഥിക്കാമോ? ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം. അപ്പാ, ഞാൻ മനുഷ്യന്മാരെ പ്രസാദിപ്പിക്കുന്ന പരിപാടി നിർത്തി എന്റെ ജോലി അങ്ങയെ ആരാധിക്കുന്നതാണ്. അങ്ങയുടെ മുന്നിൽ ഞാൻ വരും, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കരയും. Let's take a firm decision that Lord, I will not go to please any persons. I'll be strongly praying before you. I want to be in your presence and I will come close to you to receive my answer. Yes, this man didn't beg anybody. ഈ ഒരു മനുഷ്യൻ ആരുടെ മുൻപിൽ കെഞ്ചാൻ വേണ്ടി പോയില്ല. Therefore his testimony is different. അതുകൊണ്ട് അവന്റെ സാക്ഷ്യം വ്യത്യസ്തമാകട്ടോ. ആ കുളക്കടവിലെ ബാക്കി ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരു സാക്ഷിയേ ഉള്ളൂ. If you are asking every other person in this pond, they have a same testimony. തോമാച്ചാനും ബാവുച്ചാനും ഒരു സാക്ഷ്യം. Thomas and Babu has the same testimony. John Smith and Andrew Meredith have same testimony. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരേ ഒരു സാക്ഷ്യം. എന്നാൽ യേശു വന്നവന്റെ സാക്ഷ്യം ഡിഫറന്റ്. The person who has seen the Lord's his testimony is different. ബാവുച്ച എങ്ങനെ ബാവുച്ച സൗഖ്യമായേ? How you got saved? ബാവുച്ചൻ പറയും, ഞാൻ സൗഖ്യമായത് ദൂതൻ വന്നു വെള്ളം കലങ്ങി ഞാൻ സൗഖ്യമായി. Babu Chain is going to tell that an angel came, stirred the pond and the water was stirred and I got healed. I went down. തോമാച്ചാനും മറിയാമ്മയ്ക്കും ഒരേ സാക്ഷ്യം. Mariamma and Thomas uncle has the same testimony. Everybody has the same testimony. എല്ലാവർക്കും ഒരേ സാക്ഷ്യം. പക്ഷേ 38 വർഷം കിടന്നവനോട് ചോദിക്കും, അച്ഛാ എങ്ങനെ സൗഖ്യമായേ? If you are asking the person who lied there for 38 years, what was your testimony? അവൻ പറയും, എന്റെ പിന്നിൽ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എന്റെ മുന്നിൽ നിൽക്കാൻ ഒരു യേശു വന്നു. I didn't have any person to support me from the back, so I got a person who came in front of me and he stood before me. ഇന്ന് വൈകുന്നേരം സഭയോട് ഞാൻ പരിശുദ്ധാത്മ പ്രചോദനത്തിൽ ഇങ്ങനെ പറയുന്നു. The Holy Spirit is encouraging each one of you in this time. And I wanted to prophesy to each and everybody here this evening. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ. When nobody is standing behind you, നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാത്തപ്പോൾ, when nobody is here to lift you up, നിങ്ങളെ എടുക്കുവാൻ ഉയർത്തുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, മനുഷ്യൻ നിന്നെ കാലെ പിടിച്ച് താഴോട്ടിരിക്കുമ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. when the world is pulling you down by pulling your leg, I am there to strengthen you, I am there to heal you. And he will come and he will change your testimony forever. The Lord will കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ സാക്ഷ്യത്തെ മാറ്റുന്ന ഒരു ദൈവമാണ്. You won't have the same testimony like anybody else. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ കർത്താവ് തരും. I was able to hear a testimony from an Andy from this church last night. ഇന്നലെ ഈ സഭയിൽ നിന്നുള്ള ഒരു സാക്ഷ്യം എനിക്ക് കേൾക്കാൻ ദൈവം സഹായിച്ചു. It's a unique testimony. അതൊരു വ്യത്യസ്തമായ ഒരു സാക്ഷ്യമായിരുന്നു. I've never heard it before. അതുപോലൊരു സാക്ഷ്യം ഞാൻ നേരത്തെ കേട്ടിട്ടില്ല. Yes, when Jesus comes, your testimony will be different. യേശു കർത്താവ് ഇറങ്ങി വരുമ്പോൾ നിന്റെ സാക്ഷ്യം മാറും. നമ്മുടെ പ്രശ്നം എന്തുവാണെന്ന് അറിയോ ദൈവമക്കളെ? You know what is the problem of our life? നമ്മൾ ഒത്തിരി പഴയ ബന്ധക്കോസുകാരാണെങ്കിലും ഇതുവരെ പ്രാർത്ഥിച്ച ഒരു പേന പോലും വാങ്ങിച്ചിട്ടില്ല. Even if we are an old heritage, we have a long experience of Pentecostal life in our life, but we have never even got something by praying. Yes, അതുകൊണ്ട് നമ്മൾ പറയും സൗഖ്യമില്ല. That's why we don't have a deliverance till now. Yes, we say, Lord, there is no more healing, there is no deliverance, there is no miracle. കർത്താവേ ഇനിയും സൗഖ്യമില്ല, ഇനിയും ഒരു അടയാളമില്ല, ഇനിയും ഒരു വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുക. ഒന്നുമില്ല. There is nothing more. Yes, but if you're a praying man, നാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, if you have tasted the miracles of Jesus in your life, ദൈവിക അനുഭവങ്ങൾ, നിങ്ങളുടെ ദൈവിക അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, you will still say there are still miracles happening around me. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നീ വിശ്വസിക്കും, അനുഭവിക്കും. And you will say, I am a walking testimony. ഞാൻ നടക്കുന്ന ജീവിക്കുന്ന അനുഭവമുള്ള ഒരു സാക്ഷ്യമാണെന്ന് പറയും. Yes, ജീവനുള്ള സാക്ഷിയ. I am a living testimony.
Yes, I'm a living testimony walking to and fro in Bromley. ഞാൻ ഈ ബ്രോംലിയിൽ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ കർത്താവിന് വേണ്ടി ജീവനുള്ള ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറയും. The Lord himself came down and healed this man. യേശു കർത്താവ് ഈ വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവിടുന്ന് വിടുവിക്കുന്നു. I wanted to tell you today this afternoon. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. My time is about to end. എൻ്റെ സമയത്തിന് ഇവിടെ പരിമിതമാണല്ലോ. Yes. If you believe tonight, ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ God is able to do a miracle in your life. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. You probably don't need a pastor to come and lay his hands on you. ഒരു പാസ്റ്റർ നിങ്ങളുടെ തലമേൽ കൈവെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. Yes, you just pray to God in the church and God will heal you. ദൈവം നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. I will share a healing testimony I read in a book years ago. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിച്ച് ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. There was a white pastor who traveled from the United States to South Africa. വെള്ളക്കാരനായ ഒരു ദൈവദാസൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. Yes, from the United States he traveled to South Africa for a healing crusade. ഒരു വിടുതലിന്റെ സമ്മേളനത്തിനായിട്ട് അവിടെ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് താൻ അവിടെ കടന്നുപോയി. And the crowd was too much. It was packed. The arena was packed. അവിടെ ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ആളുകളായിരുന്നു. Yes. So a pastor's wife came for prayer. ഒരു പാസ്റ്ററുടെ ഭാര്യ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നു. She came in a wheelchair. ഒരു വീൽ ചെയറിലാണ് ആ സഹോദരി കടന്നു വന്നത്. Both her hands are not working. തന്റെ കരങ്ങൾ രണ്ടും ചലനശേഷി നഷ്ടപ്പെട്ടതാണ്. Her legs are not working. അവരുടെ കാലിന് ചലനശേഷിയില്ല. And the pastor was praying for all the sick people at a certain time. ആ ദേവദാസൻ ചില സമയത്തേക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Because of the large number of the crowd, the pastor couldn't go into the crowd. ആ ജനത്തിന്റെ ഇടയിലേക്ക് ഇത്ര വലിയൊരു സമൂഹം പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് വന്നുകൊണ്ട് അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിഞ്ഞില്ല. He only went to few people. ചില വ്യക്തികളുടെ അടുത്ത് മാത്രം അദ്ദേഹം കടന്നുപോയി. And he laid his hands and prayed. അവരുടെ മേൽ തന്റെ കരം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പാസ്റ്ററിനെ എടുത്തോട്ട് പാസ്റ്റർ തല കൈവക്കാൻ പോയില്ല. Since there were a lot of people, he didn't take time to touch the heads of many people. Yes, so this pastor Andy is waiting on the wheelchair. ഈ ഒരു പാസ്റ്റർ ആൻഡി അവിടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. Pastor went and stood right before her. ആ വ്യക്തിയുടെ മുൻപിൽ ദൈവദാസൻ കടന്നു ചെന്ന് നിന്നു. And he prayed a short prayer. ഒരു കൊച്ചു പ്രാർത്ഥന താൻ ചെയ്തു. In Jesus' name, receive your healing. യേശുവിന്റെ നാമത്തിൽ വിടുതൽ അനുഭവിക്കുക എന്ന് പറഞ്ഞു. And he left. അദ്ദേഹം കടന്നുപോയി. And the pastor Andy was so mad. ആ പാസ്റ്ററുടെ ഭാര്യയായിരുന്ന ആ സഹോദരി വളരെ ദേഷ്യമുണ്ടായി, അദ്ദേഹത്തിന് വിഷമമുണ്ടായി. And said to her husband, അദ്ദേഹം തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, that pastor didn't even lay his hands on me. അദ്ദേഹം എന്റെ തലയിൽ ഒന്ന് കൈപോലും വെച്ചില്ല. I came all the way from this land to here just to pray. Nothing happened. ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് വിടുതലിന് വേണ്ടി ഇവിടെ കടന്നു വന്ന ഒന്നും സംഭവിച്ചില്ലല്ലോ. And the pastor said, be quiet, let's go. നമ്മൾ മിണ്ടണ്ട, നമുക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞു. Because pastor അറിയാമായിരുന്നു സൗഖ്യം തരുന്നത് പാസ്റ്റർമാരല്ല ദൈവമാണ്. The pastor knew very well that it is not the pastor but the Lord who delivers. നമ്മൾ ഇന്ന് പെന്തക്കോസ്തുകാരെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യത സൗഖ്യം തരുന്നത് ഇന്ന പാസ്റ്ററല്ല, സൗഖ്യം തരുന്നത് ദൈവമാണ്. Many Pentecostals should realize that it is not the pastor or a so-called person, but the Lord is the one who heals. And this pastor Andy and this pastor went into their van. അവർ തങ്ങളുടെ വാഹനത്തിലേക്ക് അവർ കടന്നുപോയി. And they were driving back to their home. അവരവരുടെ വീട്ടിലേക്ക് യാത്ര ചെയ്തു പോയി. And the air condition of the car wasn't working. ആ സമയത്ത് വാഹനത്തിലെ എയർ കണ്ടീഷൻ സിസ്റ്റം നന്നായി വർക്ക് ചെയ്തില്ല. And it was super hot inside the car. വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയുമായിരുന്നു ആ സമയം. And both of them were sweating. അവർ വളരെ വിയർത്തു കുളിച്ചു. Both of them were sweating. അവർ രണ്ടുപേരും വിയർത്തു കുളിച്ചു. And this is an old car. It's not the remote thing that you click and it just comes down. It's not that car. It's an old car. റിമോട്ടിനാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ പറ്റുന്ന ഒരു പഴയ കാറല്ല, പഴയ കാറായിരുന്നു അത്. Yes, so you have to roll the windows down. അവരവരുടെ വാഹനത്തിന്റെ ജനാലകൾ പോലും കറക്കി കറക്കി താഴോട്ടാക്കണമായിരുന്നു. And when it was super hot, വളരെ ചൂട് കൂടിയപ്പോൾ this pastor and he rolled the window down. അവർ തങ്ങളുടെ വിൻഡോ കറക്കാൻ തുടങ്ങി. Pastor ചോദിച്ചു, "യോ, നീയാണോ വിൻഡോ തുറന്നേ?" Pastor got astonished. How come you rolled the window down? നിന്റെ രണ്ട് കൈ വർക്ക് ആവത്തില്ലായിരുന്നല്ലോ. നിന്റെ കൈ, your hands were not working at all earlier. Yes,
No pastor need to touch you. The name of Jesus is enough to heal you. ഒരു പ്രത്യേക അഭിഷിക്തനായ പാസ്റ്റർ നിന്റെ മേൽ കൈവെക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. Yes, when the power falls upon you, you will receive the healing. Perhaps it's not an instant healing. Some of you will receive instant healing. Some of you will receive a progressive healing. Yeah. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഒരുപക്ഷെ നിനക്ക് പെട്ടെന്നായിരിക്കത്തില്ല വിടുതൽ തരുന്നത്. നിന്റെ മേലുള്ള ദൈവത്തിന്റെ വിടുതൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞാലും ചില ദിവസങ്ങൾ കഴിഞ്ഞാലും അനുഭവിപ്പാൻ കഴിയും. It will work in you. God's power will move and work in you. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ച് നിന്നെ സൗഖ്യത്തിലേക്ക് നയിക്കും. Yes, as children of God, I wanted to encourage each and everybody here today morning. We are Pentecostals. We believe in miracles. ദൈവ പൈതലേ, നീ ഒരു പെന്തക്കോസ്തുകാരനോ പെന്തക്കോസ്തുകാരിയാണെന്ന് പേര് പറയുന്നതിനപ്പുറത്ത് നീ ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി വിശ്വസിച്ച് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാകണം. And if you wait upon those things, God's promises are always yes and amen, and it will come in its due time. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്മേൽ ഉറപ്പിച്ച് അത് എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Can we all stand in the presence of God? നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? For the next few minutes, can we pray? നമുക്ക് ഒരുമിച്ച് ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആടെ ദേഹത്ത് ഇങ്ങനെ ഒന്ന് കരം വെക്കാൻ പറ്റുമോ? അതൊരു വിഷമോ ദേഷ്യമോ ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് വെക്ക്. Can you touch the person who is standing adjacent to you? I mean, even if you have any problems with them, touch them. Hallelujah. കർത്താവിന്റെ കരങ്ങളിൽ we're going to pray. We are going, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Yes, for the next few minutes we're going to pray ചില for the നിമിഷങ്ങൾ person that is standing next to you. ചില നിമിഷങ്ങൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി വിടുതൽ ദൈവം തരും. When we pray powerfully, we will receive the miracles and deliverance powerfully. Hallelujah. For the next few minutes, let's speak in tongues. If you're gifted to speak in tongues, can we speak in tongues for the next few minutes? ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അന്യഭാഷയിൽ സംസാരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ മഹത്വം കരേറ്റിക്കൊണ്ടിരുന്നാട്ടെ. Yes, Lord, we come into your presence this evening. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ശക്തിയോടെ അടുത്തു വരുന്നു. We believe in miracles. കർത്താവേ, ഞങ്ങൾക്ക് അത്ഭുതങ്ങളെ ആഗ്രഹമുണ്ട്. We believe in miracles. ഞങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. We know that you will come down to the sanctuary and heal people that need healing. അവിടുന്ന് അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ അന്തരീക്ഷം അത്ഭുതത്തിന് ഒതുകത്തക്കവണ്ണം ഭാഗമാകത്തക്കവണ്ണം യേശുവിൻ നാമത്തിൽ അങ്ങനെ ട്രാൻസ്ഫർ out. Lord, we pray that you will change the atmosphere to receive our healing this morning. Can you come and move in our midst this morning, Father Lord? Can you come down to the sanctuary and move in our midst this evening? Touch our lives, Father Lord. If we need a healing today morning, Lord, we cry out to you. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങയോട് കരയുന്നപ്പാ, ഞങ്ങളുടെ ചങ്ക് പൊട്ടി ചങ്ക് തകർന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കരയുന്നു. ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നു. വർഷങ്ങളായി ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന, വർഷങ്ങളായി ഞങ്ങളുടെ തലമുറകളെ പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ സാധാന്യ പദ്ധതികളും എല്ലാ സാധാന്യ പോരുകളും ഇപ്പോൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ, നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് ഇപ്പോൾ പരിശുദ്ധയാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ കരം, ഓ, നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന പങ്കാളിയുടെ കരത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നു. സ്വർഗം ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്നു. നിനക്കൊരു പുതിയ സാക്ഷ്യം നൽകുവാൻ, നിനക്കൊരു പുതിയ ടെസ്റ്റിമണി നൽകുവാൻ സ്വർഗം ഇറങ്ങി വരുന്നു. Chudaraba sandaradara ora makara masaka manasi libra katasi ketelia olobo koromo santala lamsha makatosha libra katala prabata നടുവേദനകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകുന്നു. Back pains disappear in the name of Jesus. We pray right now, back pains disappear in the name of Jesus Christ. Uraba karaba sandaradara kidney diagnosis, we cancel you out in the name of Jesus Christ. In the name of Jesus Christ, we cancel you out. We call out the name of Jesus Christ to this sanctuary. Oh, upon ഞങ്ങളുടെ ഈ സഭയിലേക്ക് ഇന്ന് വൈകുന്നേരം അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾ ക്ഷണിക്കുന്നു.
ഞങ്ങളുടെ മധ്യത്തിൽ തുടക്കം മുതൽ ചലിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ പരിശുദ്ധയാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കട്ടെ, ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കട്ടെ. ഞങ്ങളുടെ യുവജനങ്ങളത് തൊടട്ടെ, ഞങ്ങളുടെ പ്രായമുള്ളവരത് തൊടട്ടെ. ഓ റബ ഖറബ ശലമ ഖറമ ലാം ഷനമ കതോഷ ലിബ്ര ഖതല പ്രബസിയാര. ബലങ്ങൾ ക്ഷയിച്ച അവയവങ്ങളിൽ ഇപ്പോൾ ബലം പകരപ്പെടട്ടെ, ഇപ്പോൾ ബലം പകരപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. എത്ര വർഷം പഴക്കമുള്ള പ്രശ്നമായാലും, 38 വർഷമാകട്ടെ, 40 വർഷമാകട്ടെ, ഇന്നലെ തുടങ്ങിയതാകട്ടെ, ഇന്നുച്ചയ്ക്ക് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളെ തൊഴുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Shalamana makara masiateria. Uramana malama shandarada. Move in our midst. Move in our midst. Oh. Churantara tara 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 tara. Arda chala tara 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 tara. Shala tera 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 tera. Urababa shantara manega jagal prabhatanasi. Libra karama sandarata. Ola makarama sekeni anteria. Imana mama sebe mama si anteria. Oh yes. Pudiya ഭാഷകൾ, പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ. New tongues, new tongues. Come upon my people. Come upon my people. Ho 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 ho. Dhara 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 shalada dhara 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 dhura dhara ranga chala tera 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 tera. Yes, yes. Dura baba baba si anteria lambra bakatama sekemeni anteria. Jesus, we come into your presence. Jesus, we come into your presence. We cry out to you this evening. Come into our midst. Move among our midst, Father. Touch our lives. Change our lives. Change our testimony. Give us a unique testimony. Can I ask the worship team to come forward? Worship team. Thank you. Choir, please come forward. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. കർത്തനവൻ വല്ലഭനാൻ വെളിപ്പെടുമേ. കർത്തനവൻ വല്ലഭനാൻ വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഉയർത്തിനാം. അത്ഭുതമേശുവിൻ
അത്ഭുതമേശുവിൻ ഈ ഭൂമിയിലേക്ക് ഉയർത്തിടാം. അത്ഭുതമേശുവിൻ ഭൂതങ്ങൾ വീട്ടുടൻ പോകും. സർവബാധയും ഭൂതങ്ങൾ വീട്ടുടൻ പോകും. സർവബാധയും ആശ്വസിക്കും. ഗീതസ്വരം മുഴങ്ങിടുമേ. ആശ്വസിക്കും. ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ സൗഖ്യം തരാൻ ഒരുവൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ അടുത്തു നിൽക്കുന്നവൻ, എപ്പോഴും നിന്നോട് കൂടെയുള്ളവൻ, നിന്നെ ബലപ്പെടുത്തുന്നവൻ, മാറ്റി നിർത്തപ്പെട്ട അവസരങ്ങളിൽ മറന്നു കളഞ്ഞവനല്ല, മാറോട് അടുപ്പിച്ചവനാണ്. He is the one who embraces you so close to him. He will not leave you alone. വിട്ടുകളയത്തില്ല, വിട്ടുകളയത്തില്ല. വിടുതൽ തരാമെന്ന് പറഞ്ഞവൻ വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും തലയിൽ കൈവച്ചിട്ടല്ല എന്ന് പറഞ്ഞല്ലോ. കർത്താവിന്റെ കരം തൊട്ടാ പിന്നെ വേറൊന്നും തൊടേണ്ട ആവശ്യമില്ല. When the Lord is touching you, there is no need for an external intervention. ഹല്ലേലൂയ. ഏതു വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ഏതു ഭാരത്തിന്റെ നടുവിലാണ് നീ ആയിരിക്കുന്നത്, മറക്കണ്ട, മറക്കണ്ട, മറക്കണ്ട. കരുതുന്ന അന്ന് പ്രവർത്തിച്ച അതേ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. നമുക്ക് ദൈവങ്ങളിൽ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാം. കുറവുകളെ ഏറ്റുപറയാം. കർത്താവേ, ഞാൻ സംശയിച്ചു പോയിട്ടുണ്ടെന്ന് ഏറ്റുപറയാം. എനിക്ക് വിടുതൽ തരുവാൻ അങ്ങ് മതിയായവനാണെന്ന് ഏറ്റുപറയാം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവ് ദാസൻ പാസ്റ്റർ ബോബ്സിനെ ദൈവം സഹായിച്ചല്ലോ. We thank you, Pastor, for the blessed sermon. May the Lord bless you and your ministries. The church, thank you for your presence as well as the message, the encouraging message. May the Lord bless you.